1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. സംസ്ഥാനത്ത് ഇന്നും വേനൽ മഴ തുടരാൻ സാധ്യത എന്നാണ് അലക്സ് റാം മുഹമ്മദിന്റെ പ്രവചനം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, ഇന്നലെ രാത്രി മഴ പെയ്തതോടുകൂടി ഇനി എന്താകും അവസ്ഥ എന്നുള്ളൊരു ആശങ്ക എന്ന് പറയാൻ പറ്റില്ല. പലയിടങ്ങളിലും ഒട്ടും പ്രിപ്പയർഡ് അല്ല. നല്ല ചൂടുള്ളത് കൊണ്ട് മഴ ഒരു ആശ്വാസവുമാണ്. ഇന്ന് എന്തായിരിക്കും അവസ്ഥ? ഹാഷ്മി സ്മിത, മഴ പെയ്യുമെന്ന് പറഞ്ഞു. മഴ ഇന്നലെ പെയ്തു. അതായത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പലയിടങ്ങളിലും ഇന്നലെ മഴ ലഭിച്ചിട്ടുണ്ട്. വലിയ മഴയല്ല എങ്കിൽ പോലും ഈ കടുത്ത വേനലിൽ ആശ്വാസകരമായ മഴ പലയിടങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ഇന്നുകൂടി അത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. കോട്ടയത്ത്, ഒപ്പം പത്തനംതിട്ടയിൽ, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പ്രത്യേകിച്ച് മലയോര മേഖലയിലും കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. മാത്രമല്ല, കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും അതുപോലെ കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ്. അതിന്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് ഈ വേനലിനിടയിൽ മഴ ലഭിക്കാൻ കാരണമായതെന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഏറ്റവും ഒടുവിൽ ഒരു 7 മണിയോടുകൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന ടൈംലി അലേർട്ടിൽ അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത 3 മണിക്കൂറുകൾക്കുള്ള പ്രവചനം നൽകുന്നുണ്ട്. ഹാഷ്മി സ്മിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.